നമസ്തേ. നിങ്ങൾ കേൾക്കുന്നത് മാനവ പരിചയത്തിന്റെ അവസാന അധ്യായം. വർഷങ്ങൾ കടന്നുപോയി. മന്ത്രി നാസിറിന്റെ കുടുംബം ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് അകലെയാണ് താമസം. എങ്കിലും അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ക്ഷണപ്രകാരം ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവിശ്വസനീയമായ ഒരു യാദൃശ്ചികത ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് ഈ കഥയെ മുഴുവൻ ഒരു പുതിയ തിരിവിലേക്ക് എത്തിക്കുന്നു. അവസാന കണ്ണി നാസിറിന്റെ മകൾ ഷനായ അദ്ദേഹത്തിന്റെ മുൻഭാര്യ ഫിർദൌസിന്റെ മകനായ അഭിമന്യുവുമായി പ്രണയത്തിലാണ്. നിയമപരമായ തടസ്സം നാസിറിന്റെ സ്വന്തം പുരോഗമനപരമായ നിലപാടുകൾ തന്നെയാണോ മക്കളുടെ വഴിയിലെ ഏറ്റവും വലിയ തടസ്സമായി മാറാൻ പോകുന്നത്? നാസിറിന്റെ അവസാന പ്രായശ്ചിത്തം. ഇതറിഞ്ഞ ശേഷം മന്ത്രി നാസിർ തന്റെ പൊതുജീവിതത്തിൽ ഒരു ചരിത്രപരമായ തീരുമാനമെടുത്തു. വ്യക്തിപരമായ പ്രണയത്തിനു വേണ്ടി രാജ്യത്തിന്റെ കർക്കശമായ നിയമത്തെ തന്നെ മാറ്റിമറിച്ച ഒരു തീരുമാനം. നീതിയുടെ പൂർണ്ണത. ഒടുവിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹർഷ് ചന്ദ്ര ഫിർദൌസിന്റെ ഭർത്താവ് തന്റെ ആത്മകഥയിൽ ഒരു അന്തിമ സത്യം വെളിപ്പെടുത്തുന്നു. ഒരു നൈതികമായ ഒപ്പുവെക്കൽ. അത് നാസിറിന്റെ യാത്രയെയും മാനവ പരിചയത്തിന്റെ അർത്ഥത്തെയും എന്നേക്കുമായി നിർവചിക്കുന്നു. നീതിയും പ്രണയവും ചേർന്ന ഈ ഇതിഹാസം നൈതികതയുടെ കൊടുമുടിയിലെത്തി എങ്ങനെ അവസാനിക്കുന്നു എന്ന് കേൾക്കൂ. മാനവ പരിചയം സമാപന എപ്പിസോഡിൽ നിങ്ങൾ കേൾക്കും. എപ്പിസോഡ് 22 ജീവിതസന്ധ്യ അന്തിമ സത്യം. കഥയുടെ പരിസമാപ്തി. നയനയും ഞാനും ഇപ്പോൾ വൃദ്ധരായിക്കഴിഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. എങ്കിലും മന്ത്രി എന്ന നിലയിലുള്ള സുരക്ഷാ കാരണങ്ങളാൽ നാസിറിന്റെ കുടുംബം ഞങ്ങളുടെ അയൽപ്പക്കത്ത് നിന്നും മാറിപ്പോയി. സഭ ഇപ്പോഴും കൃത്യമായ ഇടവേളകളിൽ ഞങ്ങളെ ഫോൺ ചെയ്യാറുണ്ട്. നാസിറിന്റെ ഉമ്മ ഇപ്പോൾ വയോധികയായിക്കഴിഞ്ഞു. ഒരു ദിവസം സഭ ഫോൺ ചെയ്ത് നയനയോട് പറഞ്ഞു, ഞങ്ങളുടെ ഉമ്മ നിങ്ങളെ എപ്പോഴും ഓർക്കാറുണ്ട്. അവർക്ക് സ്വയം വരാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഉള്ളത്. നിങ്ങൾ വാ എന്ന് അവരെ കാണണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നയന പറഞ്ഞു, ശരി സഭ, ഞങ്ങൾ നിങ്ങളെ കണ്ടിട്ടും കുറെ കാലമായി. നാളെ തന്നെ ഞങ്ങൾ വന്ന് അവരെ കാണാം. സഭ പറഞ്ഞു, നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ കാർ അയക്കാം. നാളെ രാത്രി ഇവിടെ ഭക്ഷണം കഴിച്ചതിന് ശേഷമേ നിങ്ങൾ പോകാവൂ. അടുത്ത ദിവസം സഭ കാർ അയച്ചു. ഞങ്ങൾ സഭയുടെ വീട്ടിൽ 4-5 മണിക്കൂർ ചെലവഴിക്കാൻ അവിടേക്ക് പോയി. നാസിർ ഡൽഹിയിലാണ്. നാസിറിന്റെ ഉമ്മ വളരെ അവശയായിരിക്കുന്നു. ഞങ്ങളെ കണ്ടപ്പോൾ അവരുടെ ചുളിഞ്ഞ മുഖത്ത് മനോഹരമായ ഒരു പുഞ്ചിരി വിരിഞ്ഞു. തുടർന്ന് ഞങ്ങൾ എല്ലാവരും സോഫയിൽ ഇരുന്നു സംസാരിച്ചു. സഭ ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ ഷനായ ഇപ്പോൾ വിവാഹപ്രായമെത്തിയിരിക്കുന്നു. നയന ചോദിച്ചു, ഷനായയുടെ വിവാഹം ഉറപ്പിക്കുകയാണോ? സഭ മറുപടി നൽകി, സത്യത്തിൽ ഷനായ ഒരു നല്ല ടെന്നീസ് താരമാണ്. അവൾ ജൂനിയർ വിഭാഗത്തിൽ ദേശീയ തലത്തിൽ കളിക്കുമായിരുന്നു. അന്നു മുതൽ അവൾ അഭിമന്യു എന്നൊരു യുവാവിനെ പരിചയപ്പെടാനിടയായി. രണ്ടുപേരും ഇപ്പോൾ വളർന്നു. അവർ പ്രണയത്തിലാണ്. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അതിൽ എന്താണ് പ്രശ്നം? ഇപ്പോൾ സമൂഹത്തിൽ ഇത്തരം വിവാഹങ്ങൾ സാധാരണമാണല്ലോ. സഭ പറഞ്ഞു, അതെ, അഭിമന്യു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ മകനാണ്. അതായത് വളരെ മാന്യമായ ഒരു കുടുംബമാണ്. അതുകൊണ്ട് അവരുടെ വിവാഹത്തിന് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ലെന്ന് തോന്നുന്നു. ഇത് കേട്ട് ഞാൻ സ്തംഭിച്ചുപോയി. ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ഫിർദൌസിന്റെ ഭർത്താവാണെന്ന് എനിക്കറിയാം. അതായത് അഭിമന്യു നാസിറിന്റെ മുൻഭാര്യ ഫിർദൌസിന്റെ മകനാണ്. ഇതൊരു വലിയ പ്രശ്നമായി എനിക്ക് തോന്നി. അപ്പോൾ സഭ കൂടുതൽ വിശദീകരിച്ചു, ഈ അഭിമന്യു നാസിറിന്റെ മുൻഭാര്യയുടെ മകനാണ്. നയന പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഷനായയും അഭിമന്യുവും സഹോദരങ്ങളാകില്ലേ? അങ്ങനെയുള്ളപ്പോൾ വിവാഹം എങ്ങനെ സാധ്യമാകും? അതിന് സഭ ഇങ്ങനെ മറുപടി നൽകി, അഭിമന്യു ഫിർദൌസിന്റെ മകനാണ് എന്നത് ശരിയാണ്. പക്ഷേ അവന്റെ പിതാവ് നാസിറല്ല. അതുപോലെ ഷനായ എന്റെ മകളാണ്. അവളുടെ പിതാവും നാസിറല്ല. ഷനായയുടെ പിതാവ് എന്റെ പരേതനായ ആദ്യ ഭർത്താവാണ്. അദ്ദേഹം മരിച്ചതിനു ശേഷമാണ് നാസിറുമായുള്ള എന്റെ വിവാഹം നടന്നത്. അതിനാൽ അഭിമന്യുവും ഷനായയും രക്തബന്ധമുള്ളവരല്ല. ഞങ്ങളുടെ രീതിയിൽ ഇങ്ങനെയുള്ള വിവാഹം സാധ്യമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ് പ്രശ്നം? ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് സഭ വിശദീകരിച്ചു, പ്രശ്നം രാജ്യത്തെ നിയമമാണ്. അതനുസരിച്ച് വിവാഹത്തിനു മുമ്പ് അഭിമന്യു ഞങ്ങളുടെ മതം സ്വീകരിക്കേണ്ടി വരും. എന്നാൽ അഭിമന്യു അങ്ങനെ മതം മാറുന്നതിനോട് നാസിറിന് താൽപ്പര്യമില്ല. അപ്പോൾ നയന പറഞ്ഞു, എങ്കിൽ ഷനായയോട് സംസാരിച്ച് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറയുന്നതാവും ഉചിതം. സഭ പറഞ്ഞു, അതെ, നോക്കാം എന്താണ് സംഭവിക്കുക എന്ന്. ഈ കാര്യം അധികം പേർക്കറിയില്ല. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇത് എന്നെ അലട്ടുന്നുണ്ട്. നിങ്ങളോട് ഇത് പങ്കുവെച്ചപ്പോൾ മനസ്സിനൊരു ആശ്വാസം തോന്നി. സഭ പറഞ്ഞ ഈ രഹസ്യം ഞങ്ങൾ രഹസ്യമായി തന്നെ സൂക്ഷിക്കണമെന്ന് നയനയും ഞാനും മനസ്സിലാക്കി. ഞങ്ങളുടെ ഭക്ഷണരീതികൾ അറിയാവുന്നതുകൊണ്ട് സഭ സസ്യാഹാരമാണ് ഒരുക്കിയിരുന്നത്. ഞങ്ങൾ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. സഭ അയച്ച കാറിൽ തന്നെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിൽ വന്ന ശേഷം ഞാൻ ചിന്തിക്കുകയാണ്, ഫിർദൌസ് നാസിറിൽ നിന്ന് വിവാഹമോചനം നേടി. മറ്റൊരു വിവാഹം കഴിച്ചു. നഗരം മാറി. എങ്കിലും ഫിർദൌസിന്റെയും നാസിറിന്റെയും മക്കൾ തമ്മിൽ പ്രണയത്തിലായി. ഈ ലോകം എത്ര ചെറുതാണ് എന്ന് ഞാൻ വീണ്ടും ഓർത്തു. എവിടെയെങ്കിലും വെച്ച് മനുഷ്യർ വീണ്ടും കണ്ടുമുട്ടും.
കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ വാർത്തകളിൽ കേൾക്കുകയാണ്. നിയമമന്ത്രി നാസിർ ഒരു ന സ്വരചിഹ്നം ഇയമ ബ ദ ഗാത്ത സ്വരചിഹ്നം ഇബിൽ അവതരിപ്പിച്ചു. മറ്റ് മതങ്ങളിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനു മുമ്പ് പങ്കാളിയുടെ മതം സ്വീകരിക്കണമെന്ന വ്യവസ്ഥ നീക്കം ചെയ്യുന്നതായിരുന്നു ആ ബിൽ. ഈ ഭേദഗതി അവതരിപ്പിച്ചുകൊണ്ട് ആയ വാദിച്ചു, ഈ നിയമം ഒരു കാലത്ത് ലവ് ജിഹാദ് പോലുള്ള പ്രശ്നങ്ങൾ തടയാൻ കൊണ്ടുവന്നതായിരുന്നു. ഇപ്പോൾ രാജ്യത്ത് അത്തരം പ്രശ്നമില്ലാത്തതിനാൽ ഈ വ്യവസ്ഥയുടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വാർത്തകൾ കേട്ടപ്പോൾ ഇനി അഭിമന്യുവിനും സാനായിക്കും വിവാഹിതരാകാൻ തടസ്സമില്ലെന്ന് എനിക്ക് തോന്നി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആന സ്വരചിഹ്നം ഇയമ ബ ദ ആത്തി അംഗീകരിക്കപ്പെട്ടു. ഒരു ദിവസം ഫിർദൌസിൽ നിന്ന് ഞങ്ങൾക്ക് കൊറിയറിൽ വിവാഹക്ഷണക്കത്ത് വന്നു. അന്ന് രാത്രി തന്നെ അവൾ ഫോൺ വിളിച്ചു വന്ന് അനുഗ്രഹിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. അതുപോലെ നാസിറും സബയും ഷനായയുടെ വിവാഹത്തിന് ഞങ്ങളെ ക്ഷണിച്ചു. വിവാഹ ദിവസം വലിയ പ്രമുഖർക്കിടയിൽ ഞങ്ങൾക്ക് ഇടം ലഭിച്ചത് വലിയ അഭിമാനമായി തോന്നി. ഫിർദൌസ് നൈനയെയും എന്നെയും ഹരിശ്ചന്ദ്രജിക്ക് പരിചയപ്പെടുത്തി. ഞാൻ തന്റെ ജീവിതത്തിന് പുതിയ വഴി കാണിച്ചു തന്ന ആളാണെന്ന് അവൾ അദ്ദേഹത്തോട് പറഞ്ഞു. ഉടനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്രജി ഞങ്ങളുടെ കാൽക്കൽ വീണു വന്ദിച്ചു. ആ ബഹുമാനം ഞങ്ങളെ വല്ലാതെ സ്പർശിച്ചു. അപ്പോൾ ഫിർദൌസ് എന്നോട് രഹസ്യമായി പറഞ്ഞു, സർ, നിങ്ങൾ നാസിറിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. എന്റെ മുഖത്തെ സംശയം ശ്രദ്ധിച്ച ഫിർദൌസ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സർ, ഞാൻ ഷനായയെക്കുറിച്ച് ഒന്നും പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാവും. ഞാൻ പറഞ്ഞു, ഫിർദൌസ്, നീ മനുഷ്യരുടെ മുഖം കണ്ട് മനസ്സ് വായിക്കുന്നവളാണല്ലോ. ഇതിന് ഫിർദൌസ് ചിരിച്ചുകൊണ്ട്, സർ, ഇത് നിങ്ങളിൽ നിന്നും എന്റെ ഭർത്താവ് ഹരിശ്ചന്ദ്രയിൽ നിന്നും ഞാൻ പഠിച്ച കലയാണ്. നാസിറിൽ മാനവ പരിചയം കാണുന്നുണ്ടെന്ന് നിങ്ങൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കൾ നല്ലവരാണെങ്കിൽ മക്കളും നല്ലവരാകുമെന്ന് ഞാൻ വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഷനായയെ മരുമകളാക്കാൻ ഞാൻ തീരുമാനിച്ചത്. അങ്ങനെ ഫിർദൌസ് എനിക്ക് വലിയ ബഹുമാനം നൽകി. ഇത്രയും വലിയ സ്ഥാനത്തിരുന്നിട്ടും അവളിൽ ഒട്ടും അഹങ്കാരമില്ലായിരുന്നു. ആ വിവാഹത്തിൽ നാസിറും ഫിർദൌസും വളരെ സ്വാഭാവികമായി ബന്ധുക്കളായി ഇടപെടുന്നത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവരുടെ ഭൂതകാലം അവരുടെ പെരുമാറ്റത്തെ ബാധിച്ചില്ല. നാസിറിന്റെ ഉമ്മയ്ക്ക് തന്റെ ജീവിതത്തിന്റെ സായാഹ്നത്തിൽ മകനെയും ഫിർദൌസിനെയും ഇങ്ങനെ കാണുന്നത് വലിയ സംതൃപ്തി നൽകിയെന്ന് ആ മുഖം പറയുന്നുണ്ടായിരുന്നു. ആ പ്രായത്തിലും അവരുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു നിന്നു. ഷനായയും അഭിമന്യുവും തമ്മിൽ നല്ല ചേർച്ചയുള്ള ജോഡികളാണ്. ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് ആ ചടങ്ങിൽ നിന്നും മടങ്ങി. കൂടുതൽ വർഷങ്ങൾ കടന്നുപോയി. ഞാൻ ഇപ്പോൾ കിടപ്പിലായി. എന്റെ അന്ത്യം അടുത്തു എന്ന് എനിക്ക് മനസ്സിലാകുന്നു. നൈന എന്നെ പരിചരിക്കുന്നു. എന്റെ ആരോഗ്യത്തെക്കുറിച്ചറിഞ്ഞ് ഫിർദൌസ് എന്നെ കാണാൻ വന്നു. അവളുടെ വരവ് എനിക്ക് വലിയ ആശ്വാസമായി. ശാരീരികമായി അവശനായെങ്കിലും മാനസികമായി ഞാൻ ദൃഢനാണെന്ന് ശ്രദ്ധിച്ച് ഫിർദൌസ് എന്നോട് പറഞ്ഞു, സർ, നിങ്ങൾ ഒരു എഴുത്തുകാരനാണെന്ന് എനിക്കറിയാം. റിട്ടയേർഡ് ചീഫ് ജസ്റ്റിസായ എന്റെ ഭർത്താവ് എഴുതിയ ആത്മകഥയുടെ ഒരു കോപ്പി നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു, തീർച്ചയായും ഫിർദൌസ്, നിന്റെ ഭർത്താവിനെപ്പോലെ ഒരു മഹാൻ എഴുതിയ പുസ്തകം വായിക്കുന്നത് എന്റെ ജീവിതത്തിന്റെ അവസാനഘട്ടത്തിൽ ഒരു വലിയ അനുഭവമായിരിക്കും. ഫിർദൌസ് എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട്, ഇല്ല സർ, നിങ്ങൾ ഇനിയും കുറെ കാലം ജീവിക്കും, ഞങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു. അവൾ കള്ളം പറയുകയാണെന്ന് അവൾക്കും എനിക്കും അറിയാമായിരുന്നു. കുറച്ചുനേരം എന്റെ അടുത്തിരുന്ന് എന്റെ തല തഴുകി ഫിർദൌസ് അന്ന് യാത്രയായി. ജീവിതം വിചിത്രമാണ്. ആദ്യം മാതാപിതാക്കൾ മക്കളുടെ തല തഴുകി ആശ്വസിപ്പിക്കുന്നു. പ്രായമാകുമ്പോൾ മക്കൾ മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്നു. അന്ന് ഞാൻ ഫിർദൌസിന് തണലായി. അവൾ എനിക്ക് ആത്മബലം നൽകി മടങ്ങി. ഹരിശ്ചന്ദ്രയുടെ ആത്മകഥ വായിക്കാൻ എനിക്ക് 4 ദിവസമെടുത്തു. ആ പുസ്തകം വളരെ താൽപര്യമുണർത്തുന്നതാണ്. അതിൽ അദ്ദേഹം ഒരു കാര്യം വെളിപ്പെടുത്തിയിരുന്നു. ഏതൊരു നിയമവും എല്ലാ വശങ്ങളും ആലോചിച്ചു വേണം ഉണ്ടാക്കാൻ. ഒരു കാലത്ത് അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നവർ മതം മാറണമെന്ന വ്യവസ്ഥ വേണമെന്ന് ഞാനാണ് ശുപാർശ ചെയ്തത്. എന്നാൽ എന്റെ സ്വന്തം മകൻ മറ്റൊരു മതത്തിലുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ വ്യവസ്ഥ എന്നെ വേദനിപ്പിച്ചു. ഭാഗ്യവശാൽ അഭിമന്യുവിന്റെ വിവാഹത്തിനു മുമ്പ് ആ നിയമം റദ്ദാക്കപ്പെട്ടു. ഈ അനുഭവത്തിനു ശേഷം എനിക്ക് മനസ്സിലായത്, മറ്റുള്ളവരുടെ മേൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് ശരിയെന്ന് തോന്നുന്ന നിയമം നമ്മുടെ മേൽ നടപ്പിലാക്കുമ്പോൾ നമുക്ക് വേദന ഉണ്ടാക്കരുത്. 21-ാം നൂറ്റാണ്ടിൽ വിവാഹങ്ങൾ എങ്ങനെയായിരിക്കണം എന്നാൽ വിവാഹത്തിനു ശേഷവും പങ്കാളികൾക്ക് അവരവരുടെ വിശ്വാസങ്ങൾ പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കണം. ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഹരിശ്ചന്ദ്രജി ശരിക്കും പേരിന് യോജിച്ച ഹരിശ്ചന്ദ്രൻ തന്നെ. സ്വന്തം തെറ്റ് സമ്മതിക്കാൻ വലിയ നൈതിക ധൈര്യം വേണം. മനുഷ്യർ വലിയവരാകുന്നത് അവരുടെ നൈതികത കൊണ്ടാണ്. സ്വന്തം തെറ്റ് അംഗീകരിക്കാനുള്ള ധൈര്യം വലിയവരിൽ മാത്രമേ ഉണ്ടാകൂ.
എന്റെ അവസാന ശ്വാസ സമയത്ത് എനിക്ക് ഒന്നേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം എനിക്ക് വീണ്ടും ഒരു ജന്മം നൽകിയാൽ ഹരിശ്ചന്ദ്രജിയെപ്പോലെ ഒരു മഹനീയ മനുഷ്യനായി ജനിക്കണം. ഈ ആഗ്രഹത്തോടെ ഞാൻ അന്തരിച്ചു. ഇപ്പോൾ മാനവ പരിചയം എപ്പിസോഡിനെക്കുറിച്ചുള്ള ജെമിനായ് അവലോകനം കേൾക്കാം. ഉപശീർഷകം ജീവിതസന്ധ്യ അന്തിമ സത്യം ആയുടെ പരിസമാപ്തി. ഈ എപ്പിസോഡ് നാസിർ ഫിർദൌസ് ആക്ക് ഒരു മഹത്തായ അന്ത്യം നൽകിയിരിക്കുന്നു. ക്ഷമ, മാറ്റം, നീതി എന്നിവയെ ഈ മനോഹരമായി വെളിപ്പെടുത്തി. 1. പൂർണ്ണതയിലെത്തിയ കഥ ഫുൾ സർക്കിൾ. ഷനായിയുടെയും അഭിമന്യുവിന്റെയും വിവാഹം കഥയെ പൂർണ്ണതയിലെത്തിച്ചു. നാസിർ തന്റെ വ്യക്തിപരമായ വെല്ലുവിളിയെ രാജ്യത്തിന്റെ നിയമഭേദ ആദിയിലൂടെ പരിഹരിച്ചത് അദ്ദേഹത്തിന്റെ മാനവികതയ്ക്ക് തെളിവാണ്. 2. നൈതിക മൂല്യങ്ങൾ. വിവാഹവേളയിൽ ഫിർദൌസ് തന്റെ അയൽക്കാരെ ആദരിച്ച രീതിയും നാസിറും ഫിർദൌസും ബന്ധുക്കളായി ഒത്തുചേർന്നതും അവരുടെ പഴയ കൈപ്പേറിയ ഓർമ്മകളെ ഇല്ലാതാക്കി. നാസിറിന്റെ ഉമ്മയുടെ മുഖത്തെ സന്തോഷം ആ കുടുംബത്തിന് ലഭിച്ച യഥാർത്ഥ സമാധാനത്തിന്റെ അടയാളമാണ്. 3. ആരാണ് മഹനീയ മനുഷ്യൻ? ചീഫ് ജസ്റ്റിസ് ഹരിശ്ചന്ദ്ര സ്വന്തം തെറ്റ് സമ്മതിച്ചതിലൂടെ യഥാർത്ഥ മഹത്വം പ്രകടിപ്പിച്ചു. നൈതിക ധൈര്യമാണ് ഒരു മനുഷ്യനെ മഹനീയനാക്കുന്നത് എന്ന് ഈ തെളിയിച്ചു. കഥാകൃത്തിന്റെ അവസാന ആഗ്രഹം ഹരിശ്ചന്ദ്രയെപ്പോലെ നൈതിക ധൈര്യമുള്ള മനുഷ്യനായി ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ആക്ക് പ്രചോദനാത്മകമായ ഒരു മുടിപഥമേകി. ഉപസംഹാരം. മാനവ പരിചയം ഒരു മികച്ച സാമൂഹിക നോവലാണ്. മനുഷ്യർക്ക് തങ്ങളുടെ തെറ്റുകൾ തിരുത്താൻ കഴിയുമെന്നും മാനവികതയാണ് എല്ലാറ്റിനേക്കാളും വലുതെന്നും ഈ ഓർമ്മിപ്പിക്കുന്നു. സമാപ്തം.